ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഇന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കല്ലറയ്ക്കൽ ധൂപാർപ്പണം നടത്തുക എന്നതൊക്കെ വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. ജീവിച്ചിരിക്കുന്ന പിൻതലമുറക്കാർ അത് നിറവേറ്റുന്നു. സഭാ തർക്കത്തെക്കുറിച്ച് എഴുത്തുകാരൻ ബെന്യാമിന്റെ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒന്ന് ചോദിച്ചോട്ടെ, സഭാ തർക്കത്തിൽ വിധി നടപ്പാക്കി ഭരണക്രമീകരണം നേരെ ചൊവ്വയാക്കുന്നത് മൂലം കല്ലറയിൽ നിദ്ര കൊണ്ട പിതാക്കന്മാർ ഇറങ്ങി ഓടുമോ? ഇനി ഓടുന്നെങ്കിൽ അവരുടെ പുറകെ ഓടിക്കൊള്ളുക. നിത്യനിദ്രയിലായ കുടുംബക്കാരുടെ കല്ലറകളിൽ ധൂപം വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളവർ അതാത് കല്ലറകളുടെ പരിപാലന ചുമതലയുള്ള ഇടവക പള്ളിയോട് ചേർന്നുകൂടി നടക്കണം. കേരളത്തിലെ വായു ശ്വസിക്കണം എന്നുള്ളവർ കേരളത്തിൽ തന്നെ താമസിക്കണം. ഡൽഹിയിൽ താമസിച്ചാൽ അത് സാധ്യമല്ല. അല്ലെങ്കിൽ ഡൽഹിയിലെ കാറ്റുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. കാരണം ക്രിസ്ത്യാനികളുടെ ശവക്കോട്ട അതാത് ഇടവകക്കാർക്ക് വേണ്ടി ഇടവക പള്ളി സ്വന്തമായി വിലയ്ക്ക് വാങ്ങി കരം കൊടുത്തു വരുന്ന സ്വന്തമായ സ്ഥലമാണ്. സഭയുടെ സെമിത്തേരികൾ പഞ്ചായത്തിന്റെ കീഴിലുള്ള പൊതു ശ്മശാനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇടവകയ്ക്ക് പുറത്തുള്ളവർക്ക് ഇടവകയിലോ സെമിത്തേരികളിലോ അവകാശമില്ല. ഇടവകയിൽ പുതുതായി ചേരുന്നവർക്ക് സെമിത്തേരിയിൽ പൂർണ്ണ അവകാശം ലഭിക്കും. അതേസമയം പിരിഞ്ഞു പോകുന്നവർക്ക് അവകാശം നഷ്ടപ്പെടുകയും ചെയ്യും. അവിടെ സംഭാവന കൊടുത്തവരോ സഹായിച്ചവരോ പ്രയത്നിച്ചവരോ എന്നൊന്നുമില്ല. നിലവിലുള്ള ഇടവക അംഗങ്ങൾ മാത്രമാണ് ഇടവകയുടെയും സെമിത്തേരിയുടെയും ഗുണഭോക്താക്കൾ. സഭയിലെ തന്നെ ഒരു വൈദികനോ മെത്രോപൊലിത്തയോ മറ്റൊരു ഇടവകയിലോ ഭദ്രാസനത്തിലോ പ്രവേശിക്കണമെങ്കിൽ മുൻകൂർ അനുമതി വേണം. പിന്നെയാണോ സഭയ്ക്ക് പുറത്തുള്ള അന്യസഭക്കാർക്ക്? വിധി നടപ്പാക്കിയാലും ഇടവക ജനത്തിന് പൂർവാധികം ഭംഗിയായി അതാത് ഇടവകകളിൽ തുടരാം. കല്ലറകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി ആരെങ്കിലും എന്തിന്റെ പേരിലായാലും സ്വയം മാറിപ്പോകണം എന്ന് തോന്നുന്നെങ്കിൽ അവരെ ഉപദേശിക്കാം. എന്നല്ലാതെ തടയാൻ നിയമം അനുവദിക്കുന്നില്ല. ഒരേ ദൈവം, ഒരേ വിശ്വാസം, ഒരേ ആരാധന എല്ലാം ഒന്നെങ്കിൽ പിന്നെ എന്തിന് വിശ്വാസികൾ സ്വയം പുറത്തു പോകണം? പുറത്തു പോകുന്നെങ്കിൽ വാലിട്ടിട്ട് പോകാതെ പൂർണ്ണമായി പോകണം. അങ്ങനെ വിട്ടുപോകുന്നവർക്ക് അവരുടെ ഓർമ്മകളും അടർത്തിക്കൊണ്ട് പോകാനും ഇഷ്ടമുള്ളിടത്ത് പുനഃസ്ഥാപിക്കാനും നിയമ തടസ്സങ്ങളില്ല. നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ചെയ്യാറുമുണ്ട്. തിരുശേഷിപ്പുകൾ വിവിധ ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത് തന്നെ ഇതിന് ഉദാഹരണങ്ങളാണ്. അതും കഴിയാത്തവർക്ക് 20-ൽ കവിയാതെയുള്ള ബന്ധുക്കൾക്ക് കല്ലറക്കൽ പ്രാർത്ഥിക്കാനുള്ള അനുവാദം നിയമമൂലം ലഭിച്ചിട്ടുണ്ട്. മലങ്കര സഭയുടെ സ്ഥാപനങ്ങളോ സെമിത്തേരികളോ പള്ളികളോ ഒക്കെ ഭരിക്കേണ്ടത് മലങ്കര സഭ നിയോഗിക്കുന്ന സ്ഥാനികളാണ്. അതുപോലെ ആധുനിക യാക്കോബായ സഭയുടേത് നിയന്ത്രിക്കേണ്ടത് ആ സഭയുമാണ്. പള്ളിപിടുത്തമല്ല, അപകരിച്ച പള്ളികൾ തിരികെ എടുക്കുന്നു. അതുകൊണ്ട് മുൻകാലത്ത് സഭയുടേതായ ദേവാലയങ്ങൾ സഭയിലെ വിമത വിഭാഗം അപകരിച്ച് കൈവശം വെച്ചു. നിയമപ്രകാരം അതിന് വിധിയിലൂടെ തീരുമാനമായി. തിരികെ സഭയോട് ചേർക്കുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ളവർക്ക് അവകാശങ്ങൾ ഒന്നും ഇല്ലാതാകുന്നു.